അതെ, ഞാനിന്ന് നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയം ലുലു മോൾ കാണാനായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല, ഏകദേശം ഒരു 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുവരാം. ലുലു മോൾ, കോട്ടയം ലുലു മോളാണ് കേട്ടോ. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ലുലു മോൾ സെറ്റാണല്ലേ. വലിയൊരു കാർ പാർക്കിങ്, ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അകത്ത് പോയിട്ട് നമുക്ക് വിശേഷങ്ങൾ ഓരോന്നായി കണ്ടുവരാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് മെയിൻ എൻട്രൻസ് അല്ലേ. ഒരു വണ്ടി ഇങ്ങോട്ട് വരത്തില്ല എന്ന് തോന്നുന്നു, അവർ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട്. അവിടെ എല്ലാം പാർക്കിംഗ് ആണ് അല്ലേ മോള്? അവിടെ എല്ലാം പാർക്കിംഗ് ആണ്. കൊള്ളാല്ലേ, നമുക്ക് അകത്തോട്ട് കയറാം. അല്ല കേട്ടോ, വണ്ടി ഇവിടെ വരെ വരും. വെൽക്കം ലുലു മോൾ. ഇപ്പോഴേ ലുലു മോളിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അടിപൊളി വൈറ്റ് ലൂയിസ് ഫിലിപ്പിൻ്റെ ബ്രാൻഡഡ് ഷോറൂം ഉണ്ട് കേട്ടോ. സെല്ലോ ഉണ്ട്. അവിടെയാണ് ഡൈനിങ് ഒക്കെ, ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ ഡൈനിങ് ഒക്കെ ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റ് അവിടെ കേട്ടോ, ലുലു ഹൈപ്പർ മാർക്കറ്റ് പുറകിലായിട്ട് വരും. കൊള്ളാമല്ലേ. ഇത് എൻട്രൻസ് നമ്മൾ വന്ന വഴി. ലുലു മോൾ കോട്ടയം. അപ്പം നമ്മളുള്ളത് ലുലു കോട്ടയത്താണ്. 2 എസ്കലേറ്ററുകളാണ്, ഒന്ന് മുകളിലോട്ട് പോകാനും ഒന്ന് താഴോട്ട് വരാനും. നൈസാണ്. സെല്ലോയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂമുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഓഫറുകളൊക്കെ തന്നെ ഉണ്ട്. എല്ലാ മെറ്റീരിയലും ഇട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ചിക്കിക്കണം. ഈ കാണുന്നതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. എൻട്രൻസ് അവിടെയാണ്. നമ്മൾ എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒക്കെ കണ്ടേക്കുന്ന മാതിരി തന്നെയാണ്. ചെറിയതാണ്, അത്രയില്ല. ചെറിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. കൊള്ളാല്ലേ. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട് മേളിലോട്ട് പോകാനായിട്ട്. മുകളിലാണ് ഫുഡ് കോർട്ടുകളൊക്കെ തന്നെ. അതുകൊണ്ട് അവിടെ ഒരു ഫുഡ് കോർട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനകത്തൊന്ന് കയറാം. എൻട്രൻസ്. സേവ് മോർ ഗെറ്റ് മോർ. കയറി വരുമ്പം തന്നെ ചോക്ലേറ്റ്, കോൾഗേറ്റ്. നല്ല തിരക്കുണ്ട്. ഓഫറുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ലുലു മോളിൽ. 85 രൂപയുള്ളൂ കോളയ്ക്ക്. കൊള്ളാം. അതിൻ്റെ 10 കിലോ ആട്ടയ്ക്ക് 536 രൂപയുള്ളൂ. 616 രൂപയുടെ 10 കിലോ ആട്ടയുടെ. അങ്ങനെ ഓരോന്നുണ്ട്. 269 രൂപയ്ക്ക് 5 കിലോ ആട്ട. ചക്കിയാട്ട. പിന്നെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓപ്പണിങ്ങിനോടനുബന്ധിച്ച്. അവിടെയാണ് വെജിറ്റബിൾസ് ഒക്കെ, സ്പൈസസ്, നട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു ഹോൾ അല്ലേ കേട്ടോ. ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് ഇവിടെ. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. നമുക്ക് വിലയൊക്കെ നോക്കാം. ഓറഞ്ച് ഓസ്ട്രേലിയ 179 രൂപയാണ് ഇതിനാകുന്നത്. ഇതെന്താ? ഗോൾഡൻ ബെറി ഇതിനാകുന്നത് 229 രൂപയാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത, കോട്ടയംകാർ കാണാത്ത കുറേ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ. നട്ട്സ്, ഫ്രൂട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സാണ് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സാണ്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ കിലോയ്ക്ക് 699 രൂപ. മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും, ഡ്രൈ ആയിട്ടുള്ളത്. നല്ലതാണ്. കുറേ ജീരക മിഠായിയുടെ ഒക്കെ വലിയ കളക്ഷൻസ് ഉണ്ട്. ഇരിക്കുന്നതെല്ലാം ജീരക, പലതരത്തിലുള്ള ജീരക മിഠായികളൊക്കെയാണ്. ഉള്ളതല്ലേ. ഇവിടെയാണെങ്കിൽ വെജിറ്റബിൾസാണ് ഫുള്ള്. അവിടെ നിന്ന് ഇങ്ങനെ വെജിറ്റബിൾസ് അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്യാബേജൊക്കെ 99 രൂപയാണ് kg വരുന്നത്. അത് ഈ ക്യാബേജ് അല്ലേ, നൈസാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണല്ല. കിഴങ്ങൊക്കെ 79 രൂപയ്ക്കാണ്. ഇഞ്ചിക്കൊക്കെ 89 രൂപയാണ് ഇഞ്ചിക്കൊക്കെ കിലോ ആണ്.
ഇഞ്ചിക്കൊക്കെ വിലക്കുറവാണ് ഇപ്പം. മഞ്ഞളിന് 149 രൂപ. ഇങ്ങനെ ഓരോന്നും ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ 149 രൂപ. നമ്മുടെ കപ്പയ്ക്ക് 34 രൂപയാണ് കേട്ടോ കപ്പയ്ക്ക്. അതെ, പിന്നെ കാച്ചിലുണ്ട്, ചേനയുണ്ട്, തേങ്ങയുണ്ട്, എല്ലാ സാധനമുണ്ട്. ഇതും കാച്ചിലാണ്. ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഫ്രൂട്ട്സാണ് മൊത്തം. നമ്മുടെ വാട്ടർ ലെമൺ ഉണ്ട്, 2 തരമാണ്, കിരണും ഉണ്ട്, സാധായുണ്ട്. ഇതും വാട്ടർ ലെമൺ തന്നെയാണ്. അല്ല, ഇതും വാട്ടർ ലെമൺ അല്ല, വേറെ എന്താണ്. തേങ്ങയുണ്ട്, 44 രൂപയാണ് തേങ്ങയ്ക്ക്, കരിക്കിനാകുന്നു. ആണോ, നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്ക്. അതുകൊണ്ട് അവിടെ കൊലയൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകും. വാഴക്കൊല, വാഴപ്പഴമൊക്കെ ഉണ്ട്, വാഴപ്പഴമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകും. നമ്മുടെ എറണാകുളം ലുലുവിലുള്ളതുപോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഫിഷ്, ഗപ്പിയില്ല, ഫൈറ്ററാണ് ഫുള്ള്. ഫുള്ള് ഫൈറ്ററാണ് അല്ലേ. രസമുണ്ട്. 169 രൂപയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ടാങ്ക്, അതിനകത്ത് മീന്, ഇത്രയും ഫുഡും കിട്ടും. നൈസാണ്. പല കളറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷിൻ്റെ ഏരിയയാണ്. ഫിഷ്, മീറ്റ്, ചിക്കന്, അങ്ങനെയാണ് നീളുന്നത്. അപ്പോൾ ഫിഷ് നോക്കാം. തലയിട്ട് ഫിഷൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിമീനുണ്ട്, കരിമീനുണ്ട്, അല്ലാതെ ക്ലീൻ ചെയ്ത ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. കൂന്തലുണ്ട്, അതുപോലെ തന്നെ കക്കായിറച്ചി അങ്ങനെ പറയുന്നു. പിന്നെ ക്ലീൻ ചെയ്യാത്തത് ആയിട്ടുള്ള മത്തി, കിളിമീൻ, അങ്ങനെ കുറേ മീൻ. ഞണ്ടുണ്ട്, കൊഞ്ച്, വെറൈറ്റി കൊഞ്ചുകളൊക്കെ ഉണ്ട്. 420 രൂപ മുതൽ കൊഞ്ചുകളൊക്കെ തന്നെയുണ്ട്. അങ്ങനെയാണ് ഇവിടെ തൂക്കി കൊടുക്കുന്നത്. ഉണക്കമീനാണ് ഈ ഇരിക്കുന്ന മൊത്തം, ഉണക്കിയ മീനുകൾ. അല്ലേ, 147 രൂപയ്ക്ക് ഏകദേശം എത്ര ഗ്രാം ഇത്? 1/2 കിലോയിൽ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇത് അച്ചാറാണ് ഈ കാണുന്ന മൊത്തം. അച്ചാർ, മസാല വരട്ടിയായിട്ടുള്ള ഉണക്ക മീനുകളൊക്കെയാണ് ഈ വെച്ചത്. ഉണക്കിയ മീനുകളൊക്കെ ഇതൊക്കെ 205 രൂപ മുതൽ 100 ഗ്രാം അച്ചാറുകളൊക്കെ തന്നെ മീനിൻ്റെ കിട്ടും. ഈ മീറ്റിന് എനിക്ക് 375 രൂപയാണ് വില 1 കിലോയ്ക്ക്. മീറ്റിൻ്റെ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലേ, കരൾ അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മസാല തേച്ച് ലിവറുണ്ട്, അതുപോലെ തന്നെ അത് KG ആക്കി വെച്ചിട്ടുണ്ട്, സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഓരോ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്, ഓരോ ഭാഗങ്ങൾ ഉള്ളതല്ലേ. ബോൺലെസ്സൊക്കെ ഉണ്ട്. അത് നൂഡിൽസ് രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പീസസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നൈസാണ് ബീഫ്. ഇനി നമ്മൾ ചിക്കൻ. ഇത് താറാവിറച്ചിയാണ് കേട്ടോ, ഡക്കാണ്. 420 രൂപയാണ്. കോഴിക്ക് വരുന്നത് 375. പീസുകളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ ബോണ് 80 രൂപ. കരളുണ്ട്, ലിവറുണ്ട്, പിന്നെ ബോൺലെസ് ആയിട്ടുള്ള പീസസ്, പിന്നെ വെറൈറ്റി ഓരോ സാധനം. ചിക്കൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ മസാലയിൽ വെച്ചിട്ടുണ്ട്. നൈസാണല്ലേ. മട്ടനാണ് 699 രൂപ മട്ടനാണത്. മട്ടൻ്റെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് മട്ടൺ, പല പീസസ്, ബോൺലെസ് ആയിട്ടുള്ള പീസസ്, കാല്, അങ്ങനെ. എൻ്റെ ഇതാണ് ലെഗാണ്. മട്ടൻ്റെ കിഡ്നിയാണ്. കിഡ്നി ആയിരിക്കുന്ന ലിവർ ഈ ഇരിക്കുന്ന കിഡ്നിയാണ് കേട്ടോ, കിഡ്നി. പിന്നെ ഹാർട്ടുണ്ട്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. മട്ടൻ്റെ ഒന്നും കളയത്തില്ലല്ലോ പിന്നെ, അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എല്ലായിടത്തും നല്ല തിരക്കാണ്. കാണുന്ന കൂളർ ബോക്സസാണ്. നൈസ് എക്സ്പീരിയൻസ് കോട്ടയത്ത്.
ഒരു തവണയും കൂടി വരേണ്ടി വരും. ഇവിടെ ചെറിയ കൗണ്ടർ, ഇവിടെ ചെറിയ സ്റ്റാളുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ വെജിറ്റബിളൊക്കെ എടുക്കുന്നതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അത് കറക്റ്റ് പാക്ക് ചെയ്തിട്ട് നമുക്ക് തരും. പ്ലാസ്റ്റിക് ചെറിയൊരു ഇതിനകത്ത് പാക്ക് ചെയ്തിട്ട് തരും. നമുക്കിനി ബേക്കറി വശത്തേക്ക് വരാം. ബേക്കറി, ഇവിടെ ബേക്കറി എന്നാണ് ഇരിക്കുന്നത്, വയ്യപ്പുറത്തുണ്ട്. ഇവിടെ തന്നെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് വൈനും അതുപോലെ കേക്കും കുക്കീസും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. വൈൻ റെഡ് വൈനാണ്. അതിൻ്റെ വില എത്രയാണെന്ന് ഇതിൽ കാണുന്നില്ല. വൈൻസ് മാത്രമല്ല, കേക്ക് ഉണ്ട്. നമ്മൾ എറണാകുളം ലുലുവിൽ കാണുന്ന അതേ രീതിയിലുള്ള കേക്കൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ്, അവിടെ എല്ലാം ബ്രെഡാണ്. കുക്കീസ്, ഇവിടെ കുക്കീസ്, ധാരാളം വെറൈറ്റി കുക്കീസുണ്ട്. നമുക്ക് 35 രൂപ മുതലൊക്കെ, 35 അല്ല, കുക്കീസിന് 155 രൂപ, 130 രൂപ മുതൽ, 126 രൂപ, 20 രൂപ മുതൽ കുക്കീസ് സ്റ്റാർട്ട് ചെയ്യും. ധാരാളം കുക്കീസ് ഉണ്ട് ഇവിടെ, വെറൈറ്റി ഒരുപാട് സാധനങ്ങളുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തു. ലോലിപോപ്പിൻ്റെ വലിയൊരു നിര തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കേക്കിന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നതിന് ആവശ്യമായ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, എല്ലാം ഇവിടെ ഉണ്ട്. നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. നമുക്ക് പെട്ടെന്ന് എടുത്തു പോകണം വീഡിയോസ്. ഒരുപാട് കേക്ക്, ഈ ഇരിക്കുന്ന മൊത്തം ഫുള്ള് കേക്കാണ് കേട്ടോ, ഫുള്ള് കേക്കാണ്. ഏറ്റവും വില കുറഞ്ഞ കേക്ക് വരുന്നത് 890 രൂപയ്ക്കാണ് കേട്ടോ. ഇതും കേക്കിൻ്റെ പല വെറൈറ്റി സാധനങ്ങളാണ് ഇരിക്കുന്നത്. പേസ്ട്രി എന്ന് പറയത്തില്ലേ, ആ സാധനമാണ് ഇരിക്കുന്നത്. പേസ്ട്രീസ് കപ്പിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്. ഓറിയോ ചീസ് കപ്പ് ഒക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഹോം മെയ്ഡ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളും കേട്ടിട്ടില്ലാത്തതുമായ കുറേ ഡോണറ്റുകളും വെറൈറ്റി ഒരുപാട് ഇരിപ്പുണ്ട്. പല വെറൈറ്റി ഡോണറ്റുകൾ. അതുപോലെ ചിക്കൻ ടിക്ക, പ്ലേറ്റ്, പപ്സാന്ന് തോന്നുന്നു, പപ്സ്, റോള് ഒക്കെ ഉണ്ട്. ഇത് കുക്കീസാണ് കേട്ടോ. കുക്കീസ് 125 രൂപ, 113 രൂപ, 105 രൂപയ്ക്കൊക്കെ കുക്കീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതും വേറെ ഒരു സാധനമാണ്, ഈ നമ്മുടെ പേട പോലത്തെ ഐറ്റം. 90 രൂപ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പപ്സ്, വെജിറ്റബിൾ സമൂസ പപ്സ്, വെജിറ്റബിൾ പപ്സ്, മട്ടൻ പപ്സ്, വെജിറ്റബിൾ പിസ്സ ബൺ 25 രൂപ. സലാഡ്സ് ഏതൊക്കെയാണ്? ഒരുപാട് സലാഡ്സ്. ലുലു മോളിലല്ലെങ്കിലും സലാഡ്സിന് പഞ്ഞൊന്നുമില്ല. എല്ലാ സലാഡ്സും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ, അതുകൊണ്ട് മൊത്തത്തിലൊന്നും കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത് നമ്മുടെ പിസ്സ, ഇതുകൊണ്ട് തന്നെ പിസ്സ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫ്രഷാണ്, ലുലു ഫ്രഷ്. ചീസസ് ഒക്കെ ഉണ്ട്. കറുമുറ എല്ലാം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കറുമുറ ഐറ്റംസാണ് ഇത്. മുറുക്ക്, പലതരത്തിലുള്ള മുറുക്ക്, പക്കവട, ഉപ്പേരി, കറുമുറയാണ് മൊത്തം. കറുമുറ കണ്ടോ, വലിയൊരു ശേഖരം തന്നെ കറുമുറ. ഇനി ഈ കാണുന്നത് പത്തിരിയാണ് കേട്ടോ. പത്തിരിയുണ്ട്, then ഇടിയപ്പം, ചപ്പാത്തി, അതൊക്കെയുണ്ട്. എത്ര രൂപയാണെന്ന് നോക്കാമേ. 45 രൂപയ്ക്കാണ് പത്തിരി. അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കണ്ടു വരാം. പിന്നെ നമ്മൾ ബേക്കറി ഐറ്റംസ്, സമൂസ, ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, റോള്, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത്. ബേക്കേഴ്സ് അല്ല, സോറി, സ്നാക്സിനകത്ത്. ചായ കിട്ടുമോ? ചായ കിട്ടത്തില്ല. ഇവിടെയൊക്കെ ഉണ്ടോ ഹലുവേസ് ഉണ്ട് കേട്ടോ, പലതരത്തിലുള്ള ഹലുവാസ് ഉണ്ട്. തിരുനെൽവേലി ഫ്രൂട്ട് ഹലുവയുണ്ട്, തിരുനെൽവേലി ബദാം ഹലുവ. അതിന് 123 രൂപയാണ് 250 ഗ്രാമിന് കേട്ടോ. 250 ഗ്രാമിൻ്റെ വിലയാണ്. അതുപോലെ തന്നെ തിരുനെൽവേലി കാഷ്യൂനട്ട് ഹലുവയുണ്ട്, 250 ഗ്രാമിന് 94 രൂപയാണ് ആകുന്നത്. അങ്ങനെയുണ്ട് കേട്ടോ, ഒത്തിരി ഹലുവാസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. ഇരിക്കുന്ന ഫുള്ള് ഹലുവയാണ്. വെറൈറ്റി ആയിട്ടുള്ളതാണ്. കരുനാഗപ്പള്ളി ഫ്രൂട്ട് ഹലുവയാണ്. ഇവിടെ പേടാസ് ഉണ്ട് കേട്ടോ, എല്ലാം പേടയാണ്. പലതരത്തിലുള്ള പേടകളുണ്ട്. ഇതെല്ലാം ഹലുവയാണ്. നമ്മുടെ കാലിക്കറ്റ് പൈനാപ്പിൾ ഹലുവയുണ്ട്, കാലിക്കറ്റ് ഹലുവയുണ്ട്, അതുപോലെ ക്യാരറ്റ് ഹലുവയുണ്ട്, കാലിക്കറ്റ് വാട്ടർ ലെമൺ ഹലുവയൊക്കെ ഉണ്ട് ഇവിടെ. അതിനും 250 ഗ്രാമിന് 60 രൂപയ്ക്കാണ് വില. ഇത് കണ്ടോ,
ഇത് 250 ഗ്രാമിന് 150 രൂപ, 145 രൂപ, 120 രൂപയൊക്കെയാണ് പേടയ്ക്ക് വിലയാണ്. പിന്നെ ഇത് നമ്മുടെ നാടൻ ചിപ്സാണ് ഈ മൊത്തം സ്നാക്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിപ്സുകൾ. അല്ല, ഇതൊക്കെ ഹലുവയും മിഠായികളും ഒക്കെയാണ് വെച്ചേക്കുന്നത്. ഇത് മിക്സറാണ് കേട്ടോ, മിക്സറാണ്. മിക്സർ 250 ഗ്രാമിന് 63 രൂപയ്ക്കൊക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതും ഹലുവാസാണ് കേട്ടോ, ഹലുവാസ്. ഇത് നമ്മുടെ ഊട്ടി സ്വീറ്റ്സ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ സ്വീറ്റ്സാണ്. ഇത് ചോക്ലേറ്റ് ഫ്രൂട്ട്സ് നട്ട്സ് ഉണ്ട്, അല്ല മാംഗോയുടെ ഉണ്ട്, ചോക്ലേറ്റിൻ്റെ ഉണ്ട്, മിൽക്കിൻ്റെ ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ. ഇതും കുക്കീസൊക്കെയാണ്. ഈ ഇരിക്കുന്ന എല്ലാം കുക്കീസും മറ്റു കാര്യങ്ങളൊക്കെ. അറേബ്യൻ സ്വീറ്റ്സ്, ഇത് കാണേണ്ട ഒരു ഐറ്റം തന്നെ, മേടിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അതായത് പല തരത്തിലുള്ള പ്രീമിയം ബ്ലാക്ക് ഹൽവ, എന്തോടെ പേര് എഴുതിയിരിക്കുന്നത് പോലും വായിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ, കോക്കനട്ടിൻ്റെയും ഒക്കെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി നമ്മുടെ ഗൾഫിലൊക്കെയുള്ള അറേബ്യൻ സ്വീറ്റ്സ് ഒരുപാടുണ്ട്. ഇവിടെ എല്ലാം തന്നെ നല്ല ആളുകളുമുണ്ട് കേട്ടോ. കുനാഫ അത് മാത്രം അറിയില്ല. 749 രൂപയാണ് പെർ kg ആകുന്നത് കുനാഫ. ട്രൈ ഒരു ഐറ്റമാണ്, എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ, അടിപൊളിയാണ്. നല്ല ക്ലിക്കൂടൊക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും സ്നാക്സിൻ്റെ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഫ്രോസൺ ഐറ്റംസ് മൊത്തം ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല ഫ്രീസറിനകത്ത് ഇരിക്കുന്നത് അതിൻ്റെ മീനുകളെ, ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് അത്. പിന്നെ നമ്മുടെ കൊഞ്ച്, സമൂസാസ്, അങ്ങനെ എല്ലാം ഉണ്ട് ഫ്രോസൺ ആയിട്ടുള്ള. ഇതെല്ലാം നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ട സാധനം തന്നെ. ഈ കാണുന്ന കട്ട്ലേറ്റാണ്. ഇത് മോമോസാണ് കേട്ടോ, മോമോസൊക്കെ. എനിക്കൊന്നും ഇതിൻ്റെ വിലയൊന്നും എഴുതിയിട്ടില്ല ഇവിടെ, എടുത്ത് നോക്കണം. നല്ല കൊള്ളപ്പം പോലിരിക്കുന്ന സാധനമുണ്ട്. ഇതെല്ലാം കട്ട്ലേറ്റും ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളാണ്. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം എല്ലാം ഫ്രോസൺ ഐറ്റംസാണ്. ഇതെല്ലാം നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് തന്നെയാണ്. ഇതെല്ലാം ഫ്രഞ്ച് ഫ്രൈസാണ് ഈ ഇരിക്കുന്നത് കണ്ടോ, വലുതൊക്കെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതിന് 375 രൂപയാണ്. 2.5 kg വിലയാണ് ഈ കാണിക്കുന്നത്. 2.5 kg ഫ്രഞ്ച് ഫ്രൈസ് ഫുൾ ഇരിക്കുന്നതാണ്. സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ് സ്വീറ്റ്. ഓരോന്നിനും ഓരോ പേരിട്ടിട്ടുണ്ട് കേട്ടോ. ഈ സ്വീറ്റ്സിൻ്റെ പേര് ഞാനിപ്പോഴാണ് കാണുന്നത്. ഇവിടെയാണെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. മിക്സറുണ്ട്, അതുപോലെ തന്നെ ക്യാഷ്യൂ, മിഠായി, സ്വീറ്റ്സില്ലേ, മിഠായിസ് എല്ലാം ഉണ്ട്. ക്യാഷ്യൂ ഒക്കെ പല വെറൈറ്റി, പല രൂപയുടെയൊക്കെയാണ്. 1500 രൂപ, 599 രൂപ kg വിലയുള്ള ക്യാഷ്യൂ ഒക്കെയാണ്. വാൾനട്ടിൻ്റെ വെറൈറ്റി ഉണ്ട്, പിസ്തയുണ്ട്. പിസ്തയ്ക്കൊക്കെ വിലയൊക്കെ കണ്ടോ, 1299 രൂപ പിസ്ത. ഇതിന് ബദാംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം എല്ലാം ഷോപ്പിംഗ് ആയിരിക്കണം. ഇവിടെ മുട്ടയാണ് കേട്ടോ, മുട്ട, എഗ്സ്, ചീസ്, അങ്ങനെയുള്ള ചെറിയൊരു ചീസ്, ചെറിയ തണുപ്പ് ആവശ്യമായി വേണ്ട എല്ലാ സാധനങ്ങളും. വീണ്ടും ഞാൻ തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ്. അതായത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് 200 രൂപയാണ് പെർ kg ആണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ വെറൈറ്റി സാധനങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ ടിക്ക, നാൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നൂഡിൽസ്, വെജിറ്റബിൾ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, സോയാബീൻ്റെ മസാല, കടായി പനീർ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ട്. ഗ്രില്ല് ഫിഷ്, ഗ്രീൻ പെപ്പർ, അതുപോലെ തന്നെ പെരി. ഇത് ഫിഷാണ്. അതുപോലെ തന്നെ ഇത് ചിക്കനാണ് ഇരിക്കുന്നത്, അൽഫാമിൻ്റെ. ഇത് മട്ടൻ ബിരിയാണിയാണ്. ഹൈദരാബാദി മട്ടൻ ബിരിയാണി 250 ഗ്രാമിനാകുന്നത് 163 രൂപ. എന്നാൽ ഇതെല്ലാം ടിക്ക ഐറ്റംസാണ്. 115 രൂപ മുതലാണ് ടിക്ക ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്തൂരി ചിക്കൻ ക്വാർട്ടറിന് 115 രൂപയാണ്. ഇതെല്ലാം ടിക്കയാണ്. ചിക്കൻ്റെയാണ്. പിസ്സ മേക്ക് ചെയ്യുന്നത്. വെജിറ്റബിളാണ് ചേച്ചി മേക്ക് ചെയ്യുന്നത്? വെജിറ്റബിൾ പിസ്സയാണോ? ചിക്കൻ പിസ്സ മേക്ക് ചെയ്യുന്നത്. വെജിൻ്റെ പിസ്സയാണ്. അങ്ങനെ ഓരോ പിസ്സയുണ്ട്. മോമോസ്, വെജിറ്റബിൾ മോമോസ് ഇരിപ്പുണ്ട്.
ഇങ്ങനെ ഓരോ ചിക്കൻ മോമോസൊക്കെ വരും. പിസ്സ മേക്ക് ചെയ്യുന്നത് അതിൻ്റെ മേക്ക് ചെയ്യുന്ന സാധനമാണത്. അതിനകത്താണ് പിസ്സ വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രൈഡ് റൈസാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ ചില്ലി, അങ്ങനെ ഐറ്റംസ് ഉണ്ട്. ചിക്കൻ്റെ ഡ്രാഗൺ ചിക്കൻ 130 രൂപയാണ് 250 ഗ്രാമിനാകുന്നത്. ഇത് നമ്മുടെ ബിരിയാണിയാണ്. ബിരിയാണിയുടെ കൂടെ ഭയങ്കര ആളാണ്. ബിരിയാണി മേടിക്കാനായിട്ട് നല്ല ആളാണ്. 129 രൂപയാണ് മലബാർ ചിക്കൻ ബിരിയാണിക്കാണ്. ആണ് ചിക്കൻ ബിരിയാണിയാണ് 150 രൂപ മലബാർ ചിക്കൻ ബിരിയാണി. ഇതിന് ചിക്കൻ്റെ ഐറ്റംസ് ഒത്തിരിയുണ്ട്, വെറൈറ്റി സാധനങ്ങൾ. നോൺ വെജിൻ്റെ സെക്ഷനാണ് കേട്ടോ, ഞാൻ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഇന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് മേളിൽ 2ാമത്തെ ഫ്ലോറിൽ പോയി ട്രൈ ചെയ്തിട്ട് പോകാൻ പറ്റത്തുള്ളതെന്നല്ല, കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഗ്രിൽഡായിട്ടുള്ള ഫുൾ ചിക്കൻ, ഫുൾ കോഴിയുടെ ചിക്കൻ കിട്ടും. അതുപോലെ പീസായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാം പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറികൾ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. കടായി ചിക്കൻ കറി, കോഴി വറുത്തരച്ച കറി, അങ്ങനെ 94 രൂപ മുതലാണ് അതൊക്കെ ഉള്ളത്. അങ്ങനെ വെറൈറ്റീസ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഷവർമയുണ്ട് കേട്ടോ. ഷവർമയുണ്ട്, ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്. നോക്കാം. ഇല്ല, ചിക്കൻ മാത്രമേ ഉള്ളൂ, ബീഫില്ല. നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് നമുക്കിനി കാണാം. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ബില്ലിംഗ് കൗണ്ടർ. ഇവിടുന്ന് അങ്ങോട്ടാണ് ബില്ലിംഗ് കൗണ്ടേഴ്സ് ഒക്കെ വരുന്നത്. ഇവിടെയൊക്കെ കുക്കീസൊക്കെ വെച്ചിട്ടുണ്ട്, സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്, നട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ ഏരിയ. അങ്ങനെ ഞാൻ ഗ്രിൽഡ് ചിക്കൻ മലബാറി സ്പൈസി ചിക്കൻ ഫുള്ള് മേടിച്ചിട്ടുണ്ട്. എൻ്റെ സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റി സാധനമുണ്ട് കേട്ടോ. ഗ്രില്ലിനൊക്കെ ഇപ്പം പുറത്തുനിന്നെക്കാട്ടിലും വിലക്കുറവ്. 381 രൂപയായി. വില കൂടി മേടിച്ചുണ്ട്. ബില്ലടിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇത് വാങ്ങി പുറത്തിറങ്ങിയാണ് ഇതിന് KFC മാമൻ്റെ വലിയൊരു ഔട്ട്ലെറ്റ് നമുക്കിവിടെ കാണാനായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ലുലുമോളിനകത്ത് KFCയുടെ വലിയൊരു ഔട്ട്ലെറ്റുണ്ട്. ഔട്ട്ലെറ്റല്ല, വലിയൊരു അവരുടെ സിറ്റിംഗ് ഏരിയയോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയോട് കൂടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ലിഫ്റ്റുണ്ട്, അതുപോലെ തന്നെ എസ്കലേറ്ററും ഉണ്ട്. നമ്മൾ ഏത് വേണേലും എടുക്കാം. നമുക്ക് മേളിൽ പോകാം. 2 ഫ്ലോറാണ് കേട്ടോ കോട്ടയം ലുലു എന്ന് പറയുന്നത്. നല്ല തിരക്കാണ്, നോക്കിക്കേ. അത്യാവശ്യമല്ല, അതിൽ കൂടുതൽ തിരക്കാണ് ലുലു. ഏകദേശം ഓപ്പണായിട്ട് 2 ദിവസം ആകുന്നതേ ഉള്ളൂ, 2-3 ദിവസം ആകുന്നതേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ എടുക്കണം. അതുപോലെ കോഴിക്കോട് ഞാൻ പോയിട്ടില്ല. എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ ലുലുവിൽ ഞാൻ പോയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ മേളിലാണെന്ന് തോന്നുന്നു ലുലു കണക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക്. അത് എൻട്രൻസ് ആണ്, അവിടെയാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത് കേട്ടോ. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതുവഴി ഇവിടെ കടന്നു വരാനായിട്ട് സാധിക്കും. നമുക്ക് ലിഫ്റ്റേ പോവാം ആദ്യമായിട്ടല്ലേ. ലിഫ്റ്റ് വന്നു ഫുള്ളാണ്. നമ്മൾ 2 മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ലുലു ഫാഷൻസ്. അവിടെയാണ് ലുലു ഫാഷൻസ്. ഫണ്ടൂര ഏരിയ ആണ് കേട്ടോ. ഫണ്ടൂര ചെറിയൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് അതിനകത്ത് കയറാം. ആദ്യം ഫുഡ് അടിക്കാം. അതുപോലെ തന്നെ ലുലു കണക്റ്റ് അതാണ്. ലുലുവിൻ്റെ കണക്റ്റ് വരുന്നത് അതാണ്. നൈസാണല്ലേ. ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ലുലു ഫാഷൻസ് ഒന്ന് ചുമ്മാ കയറിയിട്ട് വരാം. ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കണം. വാച്ചിൻ്റെ ഒക്കെയാണ്. ഇതെല്ലാം ലേഡീസ് കോസ്മെറ്റിക് ഐറ്റംസാണ് ഫുള്ള്. ലാർജ് ഷർട്ട് ആൻഡ് മെറ്റീരിയൽ, ഷർട്ടിൻ്റെയൊക്കെ അവിടെയാണ് ഉള്ളല്ലേ. അവിടെ ലേഡീസിൻ്റെയാണ് ഫുള്ള്. ബാഗ്സും എല്ലാം ഉണ്ട് അവിടെ. എല്ലാം അവിടെ തന്നെയാണ്. കുട്ടികളുടെയൊക്കെ ഉടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഓഫറൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും. വാച്ചൊക്കെ എല്ലാ കമ്പനിയുടെയും വാച്ചൊക്കെ ഇവിടെയുണ്ട്. ഡീസൽ, സ്റ്റോക്ക്, ഫോസിൽ എല്ലാം നൈസാണ്. നമുക്ക് ലുലു കണക്റ്റിലോട്ട് പോകാം. എല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല, അതാണ് മെയിനായിട്ടുള്ളത്. ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് എല്ലാം കാണാൻ, ഡെമോ എല്ലാം കാണാൻ സാധിക്കുന്നത്. 50% ഓഫറുണ്ട് 4 എടുത്തു കഴിഞ്ഞാൽ.
അങ്ങനെ ലുലു കണക്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏരിയ ഉണ്ട് കേട്ടോ, ഫുള്ള് ഫാൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. മൊബൈൽ ഫോണ്, അതിൻ്റെ ചാർജറും മറ്റു കാര്യങ്ങൾ, ടി വി, പിന്നെ ബോട്ട് കമ്പനിയുടെ പല സാധനങ്ങളുണ്ട്. മൊബൈൽ ഫോണിൻ്റെ അക്സസറീസ് എല്ലാം അവിടെ. സാംസങ്ങിൻ്റെ ഫോണും പാഡും ഐപാഡും വാഷിംഗ് മെഷീനും. ഇതൊക്കെ എന്താ ഗിഫ്റ്റാണോ? അതെ എന്തോ ഓഫറാണ്, കോംബോ ഓഫറാണിത്. സബ് വൂഫേഴ്സ്, ടി വി ഇഷ്ടത്തിനുണ്ട്. നോക്കിയേ, സീലിംഗ് ഫാന്, ക്ലോക്ക്, അങ്ങേറ്റം. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, ഓരോന്നിനും ഓരോ ഏരിയസാണ്. സബ് വൂഫറൊക്കെ, വലിയ സബ് വൂഫറൊക്കെ കാര്യങ്ങളും എല്ലാം. കുട്ടികൾക്ക് ആവശ്യം വേണ്ട കളിപ്പാട്ടങ്ങളും എല്ലാം തന്നെ അവിടെ ഏരിയയിലൊക്കെ ഉണ്ട്. ബാഗ് എല്ലാം ഉണ്ട്, മെറ്റീരിയൽ എല്ലാം. ഒന്നും കാണുന്ന പോലില്ല. ലുലു കണക്റ്റ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഒരു വീഡിയോക്കകത്തൊന്നും പറ്റത്തില്ല ഇത് ഇത്രയും കാണിക്കാനായിട്ട്. ധാരാളം ഷോപ്സൊക്കെ തന്നെയുണ്ട്, ഫുഡ് കോർട്ടുകളൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാൻ വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാമല്ലേ? അപ്പം ഞാൻ നിൽക്കുന്നത് ലുലു കണക്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി ഫണ്ടൂര കാണാനായിട്ട് പോകും. ഫണ്ടൂര അതാണല്ലോ മെയിൻ ഇവിടുത്തെ. ഫണ്ടൂര ഇവിടെ ഒരുപാട് ഗെയിം, അതായത് റൈഡുകളെന്ന് പറയാം അല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ബൈക്കിൻ്റെയാണ്. ഇതൊക്കെ നമ്മൾ വിദേശത്തൊക്കെ കണ്ടിരിക്കുന്ന കാർ ഓടിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ മൂവിയിലൊക്കെ, അതൊക്കെയാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ബൈക്കിൻ്റെയൊക്കെ ഉണ്ട്, എല്ലാം പ്രത്യേകം പൈസയാണ്. ഇതുണ്ട്, രസമില്ല കാണാനായിട്ട്. അതുകൊണ്ടാണ് ഇതും വലിയൊരു സ്ക്രീനും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ ബൈക്ക് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഹാപ്പി, നല്ല സൗണ്ടാണ് ഇവിടെ. ഇത് വെടിവെക്കുന്നത്, ഇവിടെ വെടിവെപ്പിൻ്റെ ഗെയിം കളിക്കാനായിട്ട്. ഇതൊരു കാർഡ് ഇട്ടിട്ടൊക്കെ ഏതാണ്ടൊക്കെയാണ് ചെയ്യുന്നത്. എന്നാണ് നല്ല രസമുണ്ടല്ലോ. നമുക്ക് ഔട്ട്ഡോർ ഇവിടെയും ഉണ്ടത് തന്നെ. ഇത് കാർ ഓടിക്കുന്നതാണ്. ഇത് നമ്മുടെ പല ഇതിലും കണ്ടിട്ടില്ല നമ്മൾ, റൈഡ് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ ഉണ്ട് ഈ കാർ ഓടിക്കുന്ന സാധനം. അതിവിടെയുണ്ട്. എറണാകുളത്തും ഇതുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഒരുപാട് ഐറ്റം ഉണ്ട്, നല്ല രസമുണ്ട്. ഈ സാധനമുണ്ട് ഇവിടെ, ടോയ്. നമുക്ക് ഇത് പ്രവർത്തിപ്പിച്ചിട്ട് കാർഡ് ഏതാണ്ട് ഇടണം കേട്ടോ, കോയിൻസ് ഇടണം. പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള 3-4 മിഷൻസ് ഉണ്ട്. പിന്നെ കാറൊക്കെ ഉണ്ട്, കാറുണ്ട്, ട്രെയിനൊക്കെ ഉണ്ട്. നല്ല ഇങ്ങനെയുള്ള സാധനം ഇതൊക്കെ ഉണ്ടല്ലേ, കുഴപ്പമില്ല, നൈസായിട്ടുണ്ട്. ഇത് കൊച്ചു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സാധനമാണ്. ഇതല്ല, ഇത് കൊച്ചു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കാർണിവൽ, വെൽക്കം ദ കാർണിവൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. ഇതിനൊക്കെ എല്ലാത്തിലും കയറണമെങ്കിൽ പ്രത്യേകം പൈസയാണ്. കാരണം അതിൻ്റെ മാരി ഗെയിമോ അങ്ങനെ മാരി റൈഡോ അങ്ങനെയല്ലേ അതിന് പറയുന്ന പേര്, അതും ഇവിടെ ഉണ്ട്, മാരി റൈഡ്. ഞാൻ അങ്ങോട്ട് പോകാൻ കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കാരണം അമ്മച്ചിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കാറ് പല അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും ഒക്കെ തന്നെ ഈ റൈഡുണ്ട് അല്ലേ. നൈസാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇത് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ വന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമുക്ക് മാരി അങ്ങോട്ട് പോകാം. നൈസാണല്ലേ. ഇത്രയേ ഉള്ളൂ. നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട്. കയറി നടക്കാൻ പറ്റിയില്ലെങ്കിൽ കാണാനായിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന്. ഇതെല്ലാം ഇവിടെ വെടി വെക്കുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടി വെക്കുന്നത് നമ്മൾ ബോൾ ഇങ്ങനെ ഇടുന്നതാണ്. ചോക്ലേറ്റ്സ് ഒക്കെ തന്നെയുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ. കുട്ടികളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയാത്ത ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അടിപൊളിയാണ്. ചെറിയ അത്ര വലിയ ഏരിയ ഒന്നുമില്ല. എന്നിരുന്നാലും ഒരുപാട് റൈഡുകളൊക്കെ ഒരുക്കി ഫണ്ടൂർ ഇവരെ അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ ഒരു 3D ഉണ്ട് കേട്ടോ. ഒരു 3Dയുടെ ഒരു തിയേറ്റർ ഉണ്ട് ഇവിടെ. 3D തിയേറ്റർ ഉണ്ട് കേട്ടോ. കണ്ടില്ല, ഞാനിപ്പോഴാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം.
ഫണ്ടൂര സാധനത്തിനകത്താണ് നമ്മൾ കയറിയത്. ആണോ? അത്യാവശ്യം ആളൊക്കെ ഉണ്ട് ഇതിനകത്ത് കയറുന്നത്. ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നത്. ഇവിടെ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. വിശാലമായ ഡൈനിങ് ആണ് ഒരുക്കിയിരിക്കുന്നത്. കാർ പാർക്കിംഗ് മേളിലുണ്ട് കേട്ടോ. അവിടെ വരെ ലിഫ്റ്റ് ചെയ്യും. 3ാമത്തെ നിലയിൽ, അതായത് 2nd ഫ്ലോർ വരെ ലിഫ്റ്റ് ചെയ്യും. ഗ്രൗണ്ടിൻ്റെ 1st 2nd ഫ്ലോർ വരെ ലിഫ്റ്റ് ചെയ്യും. അവിടെ വരെ കാർ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. നമുക്കിവിടെ നിന്നിട്ട് റോഡിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ലുലു മാളിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. കണ്ടോ, നല്ല തിരക്കല്ലേ, നല്ല തിരക്കാണ്. കണ്ടോ, അടിപൊളിയല്ലേ. കോട്ടയത്തെ ലുലു ചെറുതാണെന്നൊരു ഇതുണ്ട്, എന്നിരുന്നാലും അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. നൈസാണ് കേട്ടോ. ചെറിയൊരു സ്റ്റേജും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുഡ് കോർട്ട് അതിവിശാലമായൊരു ഫുഡ് കോർട്ട് ഏരിയയാണ്, ഡൈനിങ് ഏരിയയാണ്. നല്ല സ്പേഷ്യസ് ആണ്, കൊള്ളാം, നൈസ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേ ബൈ.